ചാനൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്. പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനൽ. അവർ ഫാമിലി വ്ളോഗറാണ്. അച്ഛൻ, അമ്മ, പിന്നെ ഭാര്യ മൃദുല, ഇവരും കൂടിയാണ് എന്താ പറയാ ഇവരെ ചാനൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യം ഏട്ടന്റെ കല്യാണം കഴിയുന്നതിന് മുമ്പ് ഏട്ടൻ, അനിയൻ, അച്ഛൻ, അമ്മ അവരായിരുന്നു. പിന്നെ ആ മൃദുലയും കൂടി വന്ന സമയത്ത് ഇവർ 5 പേരായി മാറി. അങ്ങനെ നല്ല ഫാമിലി വ്ളോഗറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എന്താ പറയാ അവരെ ചാനലില് ഭാര്യയും ഭർത്താവും മാത്രമായി, മൃദുലയും പ്രവീണും മാത്രമായി. അനിയനില്ല, അച്ഛനും അമ്മയും ഒന്നുമില്ല. അപ്പൊ നമ്മളെ പോലുള്ള വ്യൂസ്, അവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി എന്തുകൊണ്ട് അച്ഛൻ, അമ്മ, അനിയനൊന്നും ഇല്ല വീഡിയോയിലെന്ന്. അവർ വീഡിയോസിനൊന്നും റിപ്ലൈ ഇല്ല. കുറേ നാളുകൾക്ക് ശേഷം ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞ ശേഷം ഒരു വീഡിയോ ഇട്ടു. ഫാമിലിയിൽ കുറച്ച് പ്രോബ്ലം സംഭവിച്ചു. ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന പെൺകുട്ടി, 9ാം മാസം പ്രഗ്നന്റ് ആ ചേച്ചി മൃദുലേനെ അച്ഛനും അമ്മയൊക്കെ കൂടി അവരൊക്കെ കൂടി പീഡിപ്പിക്കാൻ തുടങ്ങി, ചെയ്യാൻ തുടങ്ങി, തല്ലാൻ തുടങ്ങി. അവിടെ ഭയങ്കര വഴക്കായി. പ്രവീണിനെയും അടിച്ചു പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവീണിന്റെ കൈൻ്റെ ഇവിടെയൊക്കെ ഇതുണ്ടായിരുന്നു, മുറിവേറ്റതിന്റെ അടയാളം ഉണ്ടായിരുന്നു, ചുണ്ട് പൊട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ വീഡിയോസ് ആക്കി. ഇപ്പൊ അവരുടെ അക്കൗണ്ടിൽ ആ വീഡിയോ ഇല്ല കേട്ടോ, അവരത് പ്രൈവറ്റ് ആക്കി വെച്ചു. എല്ലാരും കൂടി ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്നോണ്ടായിരിക്കാം പ്രൈവറ്റ് ആക്കിയത്. എനിക്ക് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് എടുത്തിട്ടിട്ടുണ്ടായിരുന്നത് ഈ വീഡിയോ, ഈ കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ആൾക്കാർ നിങ്ങളെ റോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങളെ വീട്ടിലെ പ്രശ്നം നിങ്ങളായിട്ട് തീർക്കാൻ ശ്രമിക്കുക. ഈ യൂട്യൂബിലേക്ക് ഇട്ടിട്ട് എല്ലാവർക്കും നിങ്ങളെ ജീവിതം പിച്ച് ചെയ്യാൻ കൊടുത്ത പോലെ ആയിപ്പോയി, കഴുകന്മാർക്ക് ഇട്ട് കൊടുത്ത പോലെ ആയിപ്പോയി. കാരണം എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തിക്കുന്നതാണ് യൂട്യൂബിലെ ഓരോ വ്ളോഗേഴ്സും. കാരണം അധികം ആളും റിയാക്ട് ചെയ്യുന്ന വീഡിയോസ് മാത്രം ഇടുന്ന യൂട്യൂബ് ചാനലുകളുണ്ട്. അപ്പൊ അവർക്ക് നിങ്ങളെ ഒരു ഐ മാത്രം. കാരണം നിങ്ങളെ വീഡിയോസ് നിങ്ങൾ എത്ര ഇനി പ്രൈവറ്റ് ആക്കി വെച്ചാലും അവരെ കയ്യിൽ റെക്കോർഡ് അടക്കമുണ്ട്, വീഡിയോസ് ഫുള്ളും ഉണ്ട്. ഞാൻ വീഡിയോ കണ്ടായിരുന്നു. ഞാൻ കണ്ട സമയത്തും ആരെ ഭാഗത്ത് നിൽക്കണം എന്നറിയില്ല. കാരണം നിങ്ങൾ പറയുന്നപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങളെ ഭാഗത്ത് നിൽക്കണം. കാരണം ഒരു പ്രഗ്നന്റ് ആയ പെൺകുട്ടീനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അവളെ അനിയൻ ഉന്തിന്നോ അച്ഛനോ ഉന്തിന്നോ എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു, ചവിട്ടിന്നോ അങ്ങനെ എന്തെല്ലാം വീഡിയോയിൽ ഉണ്ടായിരുന്നു. എനിക്ക് ഞാൻ ആ വീഡിയോ ഇട്ട സമയത്താണ് ഞാൻ കേട്ടത്. പിന്നെ ഞാൻ കേൾക്കാൻ പോകുമ്പോഴത്തേക്ക് ആ വീഡിയോ ഇല്ല കേട്ടോ, അക്കൗണ്ടിൽ ആ വീഡിയോ ഇല്ല. അതിൻ്റെ അകത്ത് ഇപ്പൊ എല്ലാവരും എടുത്തിട്ട് നിങ്ങളെ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്ന കണ്ടു. റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ് അവസരം ഉണ്ടാക്കിയത്. ഒരു ഫാമിലി വ്ളോഗ് എന്ന് പറഞ്ഞാലില്ലേ, ഫാമിലിയിൽ നടക്കുന്ന എല്ലാ കാര്യം വലിച്ചിടണം എന്നല്ല അതിനർത്ഥം. നമ്മളെ ഫാമിലിയിൽ നടക്കുന്ന ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം യൂട്യൂബിൽ ഇടാൻ ശ്രമിക്കുക. അല്ലാതെ നിങ്ങൾ എത്ര ഇട്ടാലും അത് ഇതേപോലെ നിങ്ങൾ ഡിലീറ്റ് ആക്കി കളഞ്ഞാൽ പോലും ബാക്കി എല്ലാവരുടെ ഫോണിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. അവർ പിന്നെ എടുത്തിടും. ഓക്കെ, സംഭവിച്ചിട്ട് നിങ്ങൾ ഒരു പോലീസ് കേസ് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് വളരെയധികം തെറ്റാണ്. കാരണം നിങ്ങളെ ഭാര്യയാണ്, നിങ്ങളെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന പെണ്ണായിരുന്നു അവള്. അപ്പൊ അവളെ നിങ്ങൾ അച്ഛൻ ഇങ്ങനെ ചെയ്തു, അല്ല അമ്മ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കേസ് കൊടുക്കണമായിരുന്നു. നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ കേസ് കൊടുക്കണമായിരുന്നു. കാരണം എത്ര അച്ഛനമ്മ എന്ന് പറഞ്ഞിട്ട് നിങ്ങളിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇട്ടില്ലേ, നിങ്ങൾ ആ വീഡിയോ തന്നെ പറയുന്നുണ്ട് അച്ഛനും അമ്മയും അനിയനും ആയതുകൊണ്ടാണ് കേസ് കൊടുക്കാണ്ട് പോയതെന്ന്. എത്ര വന്നാലും ഞാൻ എൻ്റെ അച്ഛനും അമ്മയും അനിയനല്ലേ. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇട്ടു? ഈ അച്ഛനും അമ്മയും നോക്കുന്ന ആളുകൾക്ക് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോൾ നോക്കിയില്ലേ? സോഷ്യൽ മീഡിയ ഇടുമ്പോൾ നിങ്ങൾ നോക്കിയില്ല? വെറുതെ എന്തിനാണ്? അത് നിങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കേസ് കൊടുത്ത് അതിന്റെ വഴിയിൽ പോവുകയാണെങ്കിൽ അങ്ങനെ നിന്നുമായിരുന്നു. നമ്മൾ ആരും അറിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് പറയായിരുന്നു അച്ഛനും അമ്മയും ഇനി എൻ്റെ വീഡിയോയിൽ ഉണ്ടാവില്ല, ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുമെന്ന്. പ്രശ്നമുണ്ട്, അതെനിക്ക് പബ്ലിക്കായിട്ട് വന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് അങ്ങനെ പറയായിരുന്നു. എന്നാലും നിങ്ങൾ ആരും ചോദിക്കില്ല അത് എന്തുകൊണ്ട് പബ്ലിക്കായി വന്ന് പറഞ്ഞുകൂടാ? ചോദിക്കുമോ? ചോദിക്കൂല, ആരും ചോദിക്കില്ല. നിങ്ങൾ ഇഷ്ടമാണ്. പിന്നെ ചോദിക്കുന്ന ആൾ ചോദിച്ചോട്ടെ എന്ന് വെച്ചാൽ പോരെ. നമ്മളിപ്പം കമന്റിലൂടെയല്ലേ ചോദിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് അച്ഛനമ്മേനെയും കാണിച്ചില്ല അനിയനെ കാണിച്ചില്ല എന്ന് കമന്റിലൂടെയല്ലേ ചോദിക്കുന്നത്. പിന്നെന്താ നിങ്ങൾക്ക് നേരിട്ട് വന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയാം എനിക്ക് താല്പര്യമില്ല, പറയാൻ വേണ്ടി താല്പര്യം. നാവ് എന്തിനാ ദൈവം തന്നിരിക്കുന്നത്? കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ദൈവം നാവ് തന്നിരിക്കുന്നത്, നമുക്ക് സംസാരിക്കാൻ. അപ്പൊ അതുപോലെ പറയുന്നതിന് എന്നായിരുന്നു? വെറുതെ ഫാമിലിയിലെ കാര്യങ്ങൾ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഇട്ടു. ഇനി ഈ ഫാമിലി വ്ളോഗ് നടത്തുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ തുപ്പിയതും ഇങ്ങനത്തെ കാര്യങ്ങളും നിങ്ങളെ വീഡിയോ ദൈവത്തെ ഓർത്ത് യൂട്യൂബിൽ ഇടാതിരിക്കുക. ഇട്ടിട്ട് എന്തിനാണ്? നിങ്ങളെ ഫാമിലി കാര്യങ്ങൾ നിങ്ങളെ ഫാമിലി തന്നെ വെക്കുക. എന്ന് വെച്ചാൽ ഹാപ്പി ആയിട്ടുള്ള നിങ്ങൾ കാണിക്കാൻ പറ്റുന്നതൊക്കെ കാണിക്കുക. യൂട്യൂബിൽ ജനങ്ങളെ കാണിക്കുക, സോഷ്യൽ മീഡിയയിൽ കാണിക്കുക. വെറുതെ എന്തിനാ ഈ പ്രശ്നം ഉണ്ടാകുന്നതൊക്കെ വിളിച്ച് കാണിക്കുന്ന? അച്ഛനും അമ്മയും തല്ലുന്നത് എന്നെ ഇറക്കി വിട്ടു. യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. നിങ്ങളെ വേണ്ട കാര്യങ്ങൾ മാത്രം യൂട്യൂബിൽ ഇടുക. ഈ വേണ്ടാത്ത എന്തിനാ ഇട്ടിട്ട് വെറുതെ ഒരു കാര്യമില്ല. ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല, പക്ഷെ ഭയങ്കര വിഷമം തോന്നി. കാരണം ഇവരെ വീഡിയോ ആണ് ഇപ്പൊ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ എല്ലാവരും എടുത്തിട്ട് ഇങ്ങനെ ആക്കുക. അപ്പൊ എനിക്കും തോന്നി എനിക്കൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പറയണം എന്ന് വിചാരിച്ചിട്ടാണ്. മനസ്സിൽ തോന്നിയൊരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ.